ഹായ് മക്കളെ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് കരുതിയാല് നമ്മളൊരു സംഭാഷണത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് കാരുണ്യം എന്ന് പറയുന്ന ഒരു പാഠം പഠിക്കാനുണ്ട് അല്ലേ? അതിലുള്ള ഒരു സംഭാഷണം. എന്തായിരിക്കും സംഭാഷണം? രോഗം വന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? മകനെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു സംഭാഷണമാണ് പറയാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുക? ആദ്യം തന്നെ വിവേകം പറയാണ്, അംഭാ, അമ്മേ എന്ന് ചോദിക്കാം അല്ലേ? അപ്പൊ വിലാസിനി പറയുന്നു, പുത്ര തവ രോഗാവസ്ഥം ജ്ഞാത്വാ അഹം ബഹു ദുഃഖിത അഭവത്. പുത്ര, മകനെ, നിന്റെ രോഗം കണ്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി എന്ന് പറയുന്നു. അപ്പൊ പറയാണ്, ക്ഷമസ്വ മാത, അമ്മേ എന്നോട് ക്ഷമിക്കണം. മഹാദുഷ്ട ക്വലഹം, ഞാൻ മഹാദുഷ്ടനാണ്, ഞാൻ വല്ലാതെ ദുഷിച്ചു പോയിരിക്കുന്നു, ഞാൻ മഹാദുഷ്ടനാണ് എന്ന് പറയുന്നു അല്ലെ? അപ്പൊ വിലാസിനി പറയുന്നു, എന്താണ് പറയുന്നത്? ന വക്തവ്യം തഥാ, നീ അങ്ങനെ പറയരുത് എന്ന് പറയാം. വേണമെങ്കിൽ പുത്ര എന്നോ നമുക്ക് കൊടുക്കാം കേട്ടോ. മോനെ, വത്സാന്നോ അങ്ങനെ എന്തേലും, പുത്രാന്നോ വത്സാന്നോ കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ന വക്തവ്യം തഥാ, നീ അങ്ങനെ പറയരുത് എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ പറയാണ്, സ്വസ്യ സ്വാർത്ഥതയാ അംഭാം വൃദ്ധഭവനം പരിത്യക്തും കില അഹം തഥാപി മത്കൃതേ യകൃതഃ ദാനം കർത്തും കഥം തേ മതിഹി പ്രവർത്തഃ. എന്താണ് അവിടെ പറയുന്നത്? അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, സ്വസ്യ സ്വാർത്ഥതയാ, എന്റെ സ്വാർത്ഥത കൊണ്ട് എനിക്കിങ്ങനെ നേടണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ദാനം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല. അപ്പൊ അമ്മേ, വൃദ്ധഭവനം, അമ്മ എന്ത് ചെയ്യാണ്? വൃദ്ധഭവനത്തിലേക്ക് പരിത്യക്തുവ, ഒഴിവാക്കുക അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദാനങ്ങളൊന്നും നൽകാതെ ഇങ്ങനെ സ്വാർത്ഥനായിട്ട് ഒരു രീതിയിൽ ആർക്കും ഒരു ഉപകാരത്തിന് എത്താതെ ജീവിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രവർത്തികളൊക്കെ അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വിലാസിനി പറയുന്നുണ്ട്, ആപത്യേഷു സർവദാ വാത്സല്യയുക്ത ഏവ ഖലു മാധ. എന്താണ് പറയുന്നത്? ആപത്തിൽ എപ്പോഴും അമ്മയാണ് കൂടെ ഉണ്ടാവുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. പുത്രേ ധീനേതു മാത് ഗൃഹം തപതേ. അപ്പൊ അമ്മയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം മോനെ, നീ അമ്മയെ എന്ത് ചെയ്യണം? തപിക്കണം, അഥവാ തപസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പറയാണ്, അമ്മയെ എന്ന് പറഞ്ഞ് കരയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതൊരു മോഡലാണ്, ഇതുപോലെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? ഈ ഒരു മോഡൽ വെച്ച് നിങ്ങളൊന്ന് പഠിച്ചെടുക്കാം. യെസ്.